പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഐ+ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ മനസ്സിലുള്ള ചില സംശയങ്ങളും ഒക്കെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് കോപ്പറേറ്റീവ് മേഖലയിലെ പരീക്ഷകൾക്കായിട്ട് നന്നായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഏറ്റവും വലിയൊരു സംശയമാകും, എന്താണ് ഈ CSEB എക്സാം അല്ലെങ്കിൽ PSC എക്സാം എന്താണ്, PSCയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പോലും സംശയമുള്ള ഉദ്യോഗാർത്ഥികളുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മളിത് ഈ വീഡിയോ ആരംഭിക്കുകയാണ്. അപ്പോൾ ബേസിക്കലി CSEBയും കേരള PSCയും രണ്ട് ബോർഡുകളും റിക്രൂട്ട്മെന്റ് ബോർഡുകളും എന്തിനു വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു കോപ്പറേറ്റീവ് പരീക്ഷകൾ നടത്താറുണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഈ രണ്ട് പരീക്ഷകളും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ പഠിക്കേണ്ട അപ്രോച്ച് വേറെയാണ്. CSEBക്ക് പഠിക്കേണ്ടത് ഒരു രീതിയിലാണെങ്കിൽ കേരള PSC നടത്തുന്ന കോപ്പറേറ്റീവ് എക്സാംസിന് പഠിക്കേണ്ടത് മറ്റൊരു രീതിയിലാണ്. ഈ രണ്ട് വിങ്ങിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റികളും വരാറുണ്ട്. ഈ അടുത്തിടയ്ക്ക് കേരള PSC ഒട്ടേറെ കോപ്പറേറ്റീവ് പരീക്ഷകൾ നടത്തിയിട്ടുണ്ട്. തൊട്ടു മുന്നേ നടന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, ഇനി നടക്കാനിരിക്കുന്ന കേരള ബാങ്കിന്റെ ക്ലർക്ക് പരീക്ഷ, അതുപോലെ തന്നെ മുന്നേ നടന്ന LD ക്ലർക്ക്, അപ്പെക്സ് സൊസൈറ്റിയിലേക്കുള്ള LD ക്ലർക്ക്, അങ്ങനെ ഒരുപാട് പരീക്ഷകൾ ഈ പറഞ്ഞ കേരള PSC കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുവഴി ഒട്ടേറെ പേർക്ക് നിയമനങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ CSEB റെഗുലർ ആയിട്ട് വർഷത്തിൽ 2 തവണയൊക്കെ പരീക്ഷകൾ നടത്താറുണ്ട്. സഹകരണ ബാങ്കുകളിലേക്ക്, നമ്മുടെ അടുത്തുള്ള സഹകരണ ബാങ്കുകളിലേക്കൊക്കെ നിയമനം കിട്ടുന്നത് ഇപ്പോൾ CSEBയുടെ പരീക്ഷ എഴുതിയിട്ടാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്, നമ്മൾ അറിയേണ്ട വ്യത്യാസങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് പോവുകയാണെങ്കിൽ കോപ്പറേറ്റീവ് എക്സാംസ് ആർ കണ്ടക്റ്റഡ് ബൈ, അപ്പോൾ സഹകരണ മേഖലയിലേക്കുള്ള പരീക്ഷകൾ 2 പേരാണ് കേരളത്തിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഒന്നാമത്തത് കേരള PSC നമുക്കറിയാം, സർക്കാർ സർവീസിലേക്കുള്ള, സർക്കാർ വകുപ്പുകളിലേക്കുള്ള നിയമനങ്ങളൊക്കെ നടക്കുന്നത് കേരള PSC ആണ്. അത്തരം പരീക്ഷകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് കേരള PSC ആണ്. ഹെഡ് ഓഫീസ് തിരുവനന്തപുരത്താണ്. നിങ്ങൾക്ക് സുപരിചിതമായ ഒന്ന് തന്നെയാണ് ഈ പറഞ്ഞ കേരള PSC എന്നുള്ളത്. കേരള PSC ഒരുപാട് പരീക്ഷകൾ നടത്താറുണ്ട്. ജനറൽ ആയിട്ടുള്ള എല്ലാവർക്കും, ഏത് ബിരുദമുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷകൾ നടത്താറുണ്ട്. സ്പെസിഫിക് ആയിട്ട് ഇന്ന ബിരുദമുള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷകൾ നടത്താറുണ്ട്. ഇപ്പോൾ ടെക്നിക്കൽ വിങ്ങിലേക്കുള്ള, അപ്പോൾ BTechും അതുപോലെ തന്നെ ഡിപ്ലോമയും ITI ഒക്കെ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷകൾ നടത്താറുണ്ട്. ആ കൂട്ടത്തിൽ കോപ്പറേറ്റീവ് മേഖലയിലുള്ള പരീക്ഷകളും കേരള PSC നടത്താറുണ്ട്. ഓക്കെ, അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് CSEB ആണ്, കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. അതാണ് അതിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്, അതാണ് കേരളത്തിലെ പരീക്ഷ നടത്തുന്നത് CSEB. അപ്പോൾ ഇതായിരിക്കും CSEBയുടെ പരീക്ഷകളായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈ പറഞ്ഞ സഹകരണ മേഖലയിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ JDC HDC ഒക്കെ പഠിച്ച ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർ കൂടുതൽ ഒരു പക്ഷേ പഠിച്ചിട്ടുള്ളതും ഫോക്കസ് ചെയ്യുന്നതും ഈ പറഞ്ഞ CSEB പരീക്ഷകൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതിൽ ചിലപ്പോൾ കേരള PSCയെ പറ്റി ഒരു ധാരണ ഉണ്ടാവില്ല. ചില ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് കേരള PSC മാത്രം നോക്കിയിട്ടുള്ള ആളുകളുണ്ടാവും, CSEBയെ പറ്റി ധാരണ ഉണ്ടാവില്ല. എങ്കിലും ഈ അടുത്തിടയ്ക്ക് കേരള PSC ഒക്കെ കുറേ പരീക്ഷകൾ നടത്തിയുണ്ട്. കുറേ ആളുകൾക്കൊക്കെ ആ കാര്യത്തിലൊരു ധാരണ വന്നിട്ടുണ്ട്. എങ്കിൽ പുതിയതായിട്ട് ഈ പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾ കൂടെ മനസ്സിലാകുന്ന രീതിയിൽ, ബേസിക് ആയിട്ടുള്ള രീതിയിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓരോ പരീക്ഷകളെ കുറിച്ച് നോക്കാം. കേരള PSC, ആദ്യമായിട്ട് കേരള PSC നടത്തുന്ന പരീക്ഷകളെ കുറിച്ചാണ് പറയുന്നത്. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ്. ഓരോ പരീക്ഷയ്ക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അതത് പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ കേരള PSC ഏതൊക്കെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്താറുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ തസ്തികകളിലേക്കാണ് സഹകരണ മേഖലയിൽ റിക്രൂട്ട്മെന്റ് നടത്താറുള്ളത് എന്ന് ചോദിച്ചാൽ, കോർപ്പറേഷൻ സഹകരണ വകുപ്പിലേക്കുള്ള, ഇപ്പൊ ഈ ഇടയ്ക്ക് നടന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയൊക്കെ സഹകരണ വകുപ്പിലേക്കാണ് നടന്നത്, മനസ്സിലായില്ലേ? അപ്പൊ സഹകരണ വകുപ്പിലേക്കുള്ള റിക്രൂട്ട്മെന്റ് കേരള PSC ആണ് നടത്താറുള്ളത്. കാരണം അത് സർക്കാരിന്റെ ഡയറക്റ്റ് അണ്ടറിലുള്ള ഒരു വകുപ്പാണ് സഹകരണ വകുപ്പ് എന്ന് പറയുന്നത്. പിന്നെ കേരള ബാങ്കിലേക്കുള്ള, ഇപ്പൊ നടക്കാൻ പോകുന്ന കേരള ബാങ്ക് ക്ലർക്ക്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ പരീക്ഷയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കേരള PSC ആണ് നടത്തുന്നത്. കേരള ബാങ്കിലേക്കുള്ള നിയമനങ്ങൾ കേരള PSC ആണ് നടത്തുന്നത്. കേരള ബാങ്ക് പുതിയൊരു അവന്യൂ ആണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച്. അതുപോലെ തന്നെ അപ്പെക്സ് സൊസൈറ്റികൾ, വിവിധ അപ്പെക്സ് സൊസൈറ്റികൾ, KRFED, COERFED, അങ്ങനെയുള്ള അപ്പെക്സ് സൊസൈറ്റികളിലേക്കുള്ള പരീക്ഷകൾ, ഇപ്പൊ ഈ ഇടയ്ക്ക് നടന്ന LD ക്ലർക്ക് തുടങ്ങിയ പരീക്ഷയൊക്കെ, ജൂനിയർ ക്ലർക്ക് പരീക്ഷകളൊക്കെ ഈ പറഞ്ഞ കേരള PSC നടത്താറുണ്ട്. കൂടാതെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളിലേക്കുള്ള നിയമനവും അത്തരം പരീക്ഷകളും കേരള PSC ഇപ്പോൾ നടത്താറുണ്ട്. അതിൽ പ്രധാനമായിട്ടും അതിപ്പോൾ കേരള ബാങ്കായിട്ട് മാറിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നുള്ളത് ഇപ്പോൾ കൂടുതലും ഈ പറഞ്ഞ കേരള ബാങ്കിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കേരള ബാങ്കിന്റെ പരീക്ഷകളാണ് ഇപ്പോൾ നടത്തുന്നത്. അത് നമ്മൾ നോക്കിയാൽ മതിയാകും. ഓക്കെ, ഇനി ഇതിന്റെ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഈ കേരള PSCയുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ 2 ഘട്ടങ്ങളാണുള്ളത്. ചിലപ്പോൾ ഒരു ഘട്ടം ഉണ്ടാവുള്ളൂ, എങ്കിലും ചില പരീക്ഷകൾക്കൊക്കെ 2 ഘട്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒന്നാമത് 100 മാർക്കിന്റെ ഒരു റിട്ടൺ എക്സാം ഉണ്ട്. 100 മാർക്കിന്റെ ഒരു റിട്ടൺ എക്സാം ഉണ്ട്. അത് പാസ്സാവും. അതിൽ ടോപ്പ് മാർക്ക് വാങ്ങുന്ന, അതിൽ കട്ട് ഓഫ് കടക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ചിലപ്പോൾ അതേ ഉദ്യോഗാർത്ഥികളെ വെച്ചിട്ട് തന്നെ മറ്റ് പ്രോസസ്സുകളൊന്നും ഇല്ലാതെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് മാത്രം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാറുണ്ട്. പക്ഷേ ചില തസ്തികകളിലേക്ക്, ഇപ്പോൾ ഉയർന്ന തസ്തികകളിലേക്ക്, ഇപ്പോൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പോലുള്ള തസ്തികകളിലേക്ക് ഇന്റർവ്യൂവും നടക്കാറുണ്ട്. എല്ലാ പരീക്ഷകൾക്കും ഇന്റർവ്യൂ ഇല്ല കേട്ടോ.
ചില പോസ്റ്റുകളിലേക്കുള്ള ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ അത് അറിയിക്കും PSC. ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഇന്റർവ്യൂവിന് 20 മാർക്കാണ്. അപ്പൊ 100 മാർക്ക് നമ്മുടെ റിട്ടൺ എക്സാമിനാണ്, ഇന്റർവ്യൂവിന് 20 മാർക്കാണ്. ഇതിലെ 20 മാർക്കിൽ നമ്മൾ അപ്പിയർ ചെയ്താൽ തന്നെ, പരീക്ഷയ്ക്ക് ഈ പറഞ്ഞ ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്താൽ തന്നെ ഒരു 9 മാർക്കോളം നമുക്ക് കിട്ടും. മാക്സിമം നമുക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് 13 മാർക്കാണ്. അപ്പൊ ഈ 4 മാർക്കിന്റെ ഡിഫറൻസ് ആണ് ഇന്റർവ്യൂ വരുത്താറുള്ളത് നോർമലി. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ. ജനറൽ ആയിട്ട് ഈ കേരള PSC നടത്തുന്ന കോപ്പറേറ്റീവ് പരീക്ഷയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ BCom കോപ്പറേഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഏത് ഡിഗ്രി ഉണ്ടെങ്കിലും അതിന്റെ കൂടെ JDC അല്ലെങ്കിൽ HDC ജൂനിയർ ഇത് പറഞ്ഞ ഈ 2 യോഗ്യതകൾ, JDC അല്ലെങ്കിൽ ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ എന്നുള്ള ഈ യോഗ്യതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു ഓവർവ്യൂ ആണ്. ഇതൊരു എല്ലാ പരീക്ഷകൾക്കും ഇതേ ക്വാളിഫിക്കേഷൻ ആണോ എന്നില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എങ്കിലും യൂഷ്വലി ഈ പറഞ്ഞ പരീക്ഷകൾക്കൊക്കെ, നമ്മുടെ ക്ലർക്ക് പരീക്ഷകൾക്കൊക്കെ ഇതാണ് യൂഷ്വലി ഉള്ള എന്ത് വരുന്നത്, നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് കേരള PSCയുടെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇനി വീണ്ടും നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ ഡ്യൂറേഷൻ. ഈ പരീക്ഷയുടെ ഞാൻ നേരത്തെ പറഞ്ഞു 100 മാർക്കിന്റെ പരീക്ഷയാണെന്ന് പറഞ്ഞു. ഈ 100 മാർക്കിന്റെ പരീക്ഷ എന്നുള്ളത് 1.5 മണിക്കൂറാണ് കേട്ടോ. 100 മാർക്ക് 90 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറാണ്. 100 മാർക്കിന്റെ പരീക്ഷയാണ്. നെഗറ്റീവ് മാർക്ക് ഉണ്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതി. CSEB പരീക്ഷയെക്കാളും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 0.33 മാർക്ക് നെഗറ്റീവ് ആണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ചോദ്യം എഴുതി, അത് ശരിയുത്തരമാണ് നിങ്ങൾ എഴുതുന്നെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. നമ്മുടെ OMR എക്സാം ആണ് ഇതെല്ലാം. OMR എക്സാം ആണ്, ഒന്നും തന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ല. OMR എക്സാം ആണ്. ഈ ഒരു മേഖലയിൽ നടത്തുന്ന പരീക്ഷകളല്ല. നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. നമ്മൾ ചോദ്യം വരും, നമ്മൾ 4 ഓപ്ഷൻ ഉണ്ടാവും, അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കറുപ്പിക്കുകയാണ്. അപ്പോൾ ഉത്തരം കറക്റ്റായിട്ട് ശരിയായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഉത്തരം തെറ്റിപ്പോയാലോ 0.33 മാർക്ക് നിങ്ങളുടെ ഉള്ള മാർക്കിൽ നിന്ന് കുറയും കേട്ടോ. അങ്ങനെയാണ് സംഭവിക്കുക. അതാണ് നെഗറ്റീവ് മാർക്ക്. ഉത്തരം തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് മാർക്ക് കുറയും. 0.33 മാർക്ക് ഓരോ തെറ്റുത്തരത്തിനും കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് യൂഷ്വലി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ്. അപ്പോൾ PSC എഴുതുന്നവർ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 36 വയസ്സ് വരെയാണ് യൂഷ്വലി നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക. ഓക്കെ, ചില കേസിൽ 40 വയസ്സ് വരെയൊക്കെ പോകാറുണ്ടെങ്കിലും യൂഷ്വലായിട്ട് നമ്മൾ കാണുന്ന തസ്തികകളിലൊക്കെ 36 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി 40 വരെ ഉണ്ടെങ്കിൽ അത് നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് ഓരോ തവണയും പറയും. ഇനി ഏജ് റിലാക്സേഷൻ OBC-കാർക്കും SC/ST വിഭാഗങ്ങൾക്കും ഒക്കെ യൂഷ്വലായിട്ട് കിട്ടുന്ന 3 വർഷവും 5 വർഷവും ഒക്കെയുള്ള ഏജ് റിലാക്സേഷനും ഇവിടെ കിട്ടുന്നതാണ് കേരള PSC. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷയുടെ ഡ്യൂറേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതാണ്. ഇനി സിലബസ് എന്ന് പറയുന്നത് ഇത് എല്ലാത്തിനും ഇതല്ല സിലബസ്, എങ്കിലും ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ കോർപ്പറേഷന്റെ കുറേ ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. ബാങ്കിങ് ആൻഡ് ഓഡിറ്റിങ്ങിന്റെ കുറേ ഭാഗങ്ങൾ പഠിക്കാനുണ്ടാവും. IT ആൻഡ് സൈബറിലോ 10 മാർക്കിനായിരിക്കും യൂഷ്വലി ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു സിലബസ് എന്ന് പറയുന്നത്. പക്ഷേ PSC വളരെ വിശദമായിട്ട് ഇപ്പോൾ സിലബസ് പബ്ലിഷ് ചെയ്യാറുണ്ട്. കൃത്യമായിട്ടുള്ള സിലബസ് PSC പബ്ലിഷ് ചെയ്യും. ആ സിലബസ് വെച്ച് തന്നെ പഠിച്ചാൽ മതിയാകും കേട്ടോ. അതിനകത്ത് അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും പഠിക്കേണ്ടതായിട്ടില്ല. ചില കേസിൽ കോപ്പറേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ചില പരീക്ഷകൾക്ക് 100 മാർക്കിനും കോപ്പറേഷൻ തന്നെയായിരിക്കും. മറ്റ് രണ്ട് പരീക്ഷകൾ അല്ലെങ്കിൽ മറ്റ് 2 പാർട്ടുകളും ഉണ്ടാവില്ല. പക്ഷേ ചില പരീക്ഷകൾക്കൊക്കെ കോപ്പറേഷന് പുറമെ, ഇപ്പോൾ JCA പോലുള്ള പരീക്ഷകൾ കോപ്പറേഷന് പുറമെ ബാങ്കിങ്ങും ഓഡിറ്റിങ്ങും ഒക്കെ ഉണ്ടാവും. ബാങ്കിങ് മാത്രം ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ IT ആൻഡ് സൈബർ ലോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സിലബസ് എന്നുള്ള കാര്യം പറയുന്നത്. ഓക്കെ, നീ എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുക, എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ്. ഈ നോട്ടിഫിക്കേഷൻ, PSCയുടെ നോട്ടിഫിക്കേഷൻ യൂഷ്വലി 3 വർഷം കൂടുമ്പോഴാണ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്നുള്ള പരീക്ഷ തൊട്ട് മുന്നേ സെപ്റ്റംബറിൽ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, 2024 സെപ്റ്റംബറിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതാണ്ട് ഒരു 3 വർഷത്തിനുള്ളിൽ 2027 അല്ലെങ്കിൽ 2026 അവസാനത്തോടുകൂടി പുതിയ നോട്ടിഫിക്കേഷൻ വരും. ഈ പറഞ്ഞ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ പരീക്ഷ കഴിഞ്ഞു, ഇനി അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വരാനുണ്ട്. ഷോർട്ട് ലിസ്റ്റിന് ശേഷം റാങ്ക് ലിസ്റ്റ് വരാനുണ്ട്. അതൊരു പക്ഷേ 2025 റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഇപ്പോൾ 2025 ഫെബ്രുവരിയിൽ JCയുടെ റാങ്ക് ലിസ്റ്റ് വന്നെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 2027 ആകുമ്പോൾ അടുത്ത നോട്ടിഫിക്കേഷൻ വരും. കാരണം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷമാണ്. PSC പബ്ലിഷ് ചെയ്യുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷമാണ്. 3 വർഷത്തിനുള്ളിൽ അത് എക്സ്പയർ ആയി പോകും 3 വർഷം കഴിയുമ്പോഴത്തേന്. അപ്പോൾ 3 വർഷം അത്രയും നാൾ പറഞ്ഞ റാങ്ക് ലിസ്റ്റിൽ കുറേ ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. ഈ 3 വർഷം കൊണ്ടുണ്ടാവുന്ന വേക്കൻസികളെല്ലാം ഈ ഉദ്യോഗാർത്ഥികളിൽ നിന്നായിരിക്കും റിക്രൂട്ട് ചെയ്യുക. ആദ്യത്തെ ഈ റാങ്ക് അനുസരിച്ച് അതിലെന്ത് നോക്കും, ഈ പറഞ്ഞ റിസർവേഷൻ ചാർട്ട് നോക്കും. ഇപ്പോൾ ജനറൽ കാറ്റഗറിയിൽ നിന്ന്
കുറച്ച് പേര് എടുത്താൽ അതിൻ്റെ കൂടെ പിന്നീട് OBC കാറ്റഗറിയിൽ നിന്ന് എടുക്കും, അതുപോലെ തന്നെ SC/ST കാറ്റഗറിയിൽ നിന്ന് എടുക്കും, EWSൽ നിന്ന് എടുക്കും. അങ്ങനെ റിസർവേഷൻ ചാർട്ടൊക്കെ പാലിച്ച് ടോപ്പ് റാങ്ക് വരുന്ന ഉദ്യോഗാർത്ഥികളെ എടുത്തെടുത്ത് ഒരു 3 വർഷം ആകുമ്പോൾ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയി പോകും. ബാക്കിയുള്ള താഴേക്കുള്ള ചില ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടില്ല. ലോവസ്റ്റ് റാങ്കിലേക്കൊക്കെ വരുന്നവർക്ക് സാധാരണ കിട്ടാറില്ല. പക്ഷേ ടോപ്പ് റാങ്കുകളിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടും. അതുപോലെ തന്നെ അതെങ്ങനെ തീരുമാനിക്കുന്നത് വെച്ചാൽ നമ്പർ ഓഫ് വേക്കൻസികളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഒരുപാട് വേക്കൻസി വന്നാൽ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും കിട്ടും, മനസ്സിലായില്ലേ? പക്ഷേ അങ്ങനെ ചിലപ്പോൾ ഇപ്പോൾ PSC അങ്ങനെ വലിയ റാങ്ക് ലിസ്റ്റുകളൊക്കെ ഇറക്കാറില്ല. കൃത്യമായിട്ട് വേക്കൻസികളൊക്കെ അനുസരിച്ചാണ് റാങ്ക് ലിസ്റ്റ് ഇറക്കാറുള്ളത്. ഓക്കെ, ഇപ്പോൾ നോട്ടിഫിക്കേഷൻ യൂഷ്വലി 3 വർഷം കൂടുമ്പോൾ PSCയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അതിന് മുന്നേ ഗസറ്റിലൊക്കെ പബ്ലിഷ് ചെയ്യും. അതിന് മുന്നേ നമ്മൾ പത്രവാർത്തകളിലൂടെയൊക്കെ അറിയും. i+ പോലുള്ള ചാനലിലൂടെ, നമ്മുടെ ഈ ചാനലിലൂടെ കൃത്യമായിട്ട് ഈ കോപ്പറേറ്റീവ് മേഖലയിൽ വരുന്ന എന്തൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ PSCയുടെ വെബ്സൈറ്റ് ശ്രദ്ധിക്കുക, kerala.psc.gov.in എന്നുള്ളതാണ്, തെറ്റിപ്പോയത്. ഒഫീഷ്യൽ വെബ്സൈറ്റ് അതാണ്. അപ്പോൾ ഒരു 3 വർഷം കൂടുമ്പോൾ ഇതിങ്ങനെ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും. ഇനി അപ്ലൈ ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ്. നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല, ഓഫ്ലൈനായിട്ടൊന്നും അല്ല. പണ്ട് CSEB ഒക്കെ നമ്മൾ ഓഫ്ലൈനായിട്ട് അപ്ലൈ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കേരള PSCക്ക് ത്രൂ ദി ഒഫീഷ്യൽ കേരള PSC വെബ്സൈറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ kerala.psc.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കൂടിയാണ് നിങ്ങൾ ഓൺലൈൻ അപേക്ഷയാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഓൺലൈൻ അപേക്ഷ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ അവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിന് 1 ടൈം രജിസ്ട്രേഷൻ എന്നാ പറയുക, 1 ടൈം രജിസ്ട്രേഷൻ. ഇപ്പോൾ CSEBയിലും ഇത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. PSCയിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കൊടുത്ത് 1 ടൈം രജിസ്ട്രേഷൻ വഴി ഒറ്റത്തവണ രജിസ്റ്റർ ചെയ്താൽ മതി. രജിസ്ട്രേഷൻ വഴി നിങ്ങളുടെ ഫോട്ടോ, മറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് ഒരു തവണ ഫില്ല് ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു യൂസർ നെയിം ഉണ്ടാവും, പാസ്വേഡ് ഉണ്ടാവും. ഓരോ തവണയും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വലിയ പണിയൊന്നുമില്ല. കേരള PSCക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തി വെക്കണം കേട്ടോ. ഇപ്പോൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, 1 ടൈം രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്തു വെക്കുക. നിങ്ങളുടെ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു നമ്പർ, സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട്. അതൊക്കെ ചെയ്തു വെക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തു വെക്കുക എന്താണെങ്കിലും. എന്നിട്ട് നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് പോകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെ പരീക്ഷ എഴുതണം എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അത് മറക്കരുത്. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള സ്ഥലം ഉൾപ്പെടെ നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. തന്നെ നിങ്ങളുടെ ജില്ലയിലായിരിക്കും, നിങ്ങളുടെ റെസിഡൻഷ്യൽ അഡ്രസ് എവിടെയാണോ ഉള്ളത്, അല്ലെങ്കിൽ ടെമ്പററി അഡ്രസ് എവിടെയാണോ ഉള്ളത്, ആ ജില്ലയിലായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട്, പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക. ഓക്കെ, ചിലപ്പോൾ ചില PSC പരീക്ഷകൾക്ക് ജില്ലാടിസ്ഥാനത്തിൽ റിക്രൂട്ട്മെന്റ് വരാറുണ്ട്. ചിലത് സ്റ്റേറ്റ് വൈഡ് ആയിരിക്കും നിയമനം. കോപ്പറേറ്റീവ് മേഖലയിലുള്ള നിയമനങ്ങളൊക്കെ സ്റ്റേറ്റ് വൈഡ് റിക്രൂട്ട്മെന്റ് ആണ് വരിക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ജില്ല തിരിച്ചൊന്നും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല യൂഷ്വലി. ഇനി അതിനുശേഷം നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തു, നമ്മളിപ്പോൾ ഈ മാസം ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. ഇനി പരീക്ഷ വരുന്നത് ഏതെങ്കിലും, അല്ലെങ്കിൽ യൂഷ്വലി ഇപ്പോൾ ഒരു 6-7 മാസത്തിനുള്ളിൽ ഇപ്പോൾ PSC പരീക്ഷകൾ നടത്താറുണ്ട്, അനന്തമായിട്ട് നീളാറില്ല. ഇപ്പോൾ ഈ മാസം, ഇപ്പോൾ ഒക്ടോബറിൽ അപ്ലൈ ചെയ്ത ഒരു പരീക്ഷയാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ പരീക്ഷ അടുത്ത വർഷം വരുള്ളൂ. 2025 ആ പരീക്ഷ നടക്കുക. 2025 എന്ന് നടക്കും എന്നുള്ള കാര്യം PSC ഇപ്പോൾ 2025 ജനുവരിയിൽ നമ്മളോട് പറയാറുണ്ട്. ഏകദേശം ഇന്ന മാസം ഈ പരീക്ഷ നടക്കും എന്ന് PSC പറയാറുണ്ട്. അപ്പോൾ ഏകദേശം ആ മാസത്തോടനുബന്ധിച്ച് പരീക്ഷാ തീയതി വരും. അപ്പോൾ പരീക്ഷാ തീയതി വരുന്നത് എന്നാന്ന് വെച്ചാൽ പരീക്ഷ എന്നാണോ നടക്കുന്നത് അതിന് 3 മാസം മുന്നേ ആണ്, കൃത്യം 3 മാസം മുന്നേ ആണ് പരീക്ഷാ തീയതി വരിക. അപ്പോൾ പരീക്ഷ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ വന്നെങ്കിൽ ആ പർട്ടിക്കുലർ ഡേറ്റിലാണ് PSC തീരുമാനിച്ചിട്ടുള്ളത്. അതിന് 3 മാസം മുന്നേ, 3 months മുന്നേ നിങ്ങളെ അറിയിക്കും ദേ ഈ പരീക്ഷ ഈ മാസം നടക്കാനുണ്ട്, നിങ്ങൾ എഴുതുന്നുണ്ടോ എന്നുള്ള കൺഫർമേഷൻ കൊടുക്കാൻ പറയും കേട്ടോ. ഒരു 3 മാസം മുന്നേ നിങ്ങളോട് പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കൺഫർമേഷൻ കൊടുക്കണം. കൺഫർമേഷൻ കൊടുത്താലേ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. മനസ്സിലായോ? ഇപ്പം നിലവിൽ ഇപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തു, അടുത്ത വർഷം ഈ പരീക്ഷ നടക്കും. ആ പരീക്ഷയുടെ ഡേറ്റ് PSC തീരുമാനിച്ചിട്ടുണ്ടാവും. അതിന് 3 മാസം മുന്നേ നിങ്ങളെ അറിയിക്കും. എന്നിട്ട് ചോദിക്കും, ഇന്ന ഡേറ്റിലാണ് പരീക്ഷ, ആ ഡേറ്റിൽ നിങ്ങൾ പരീക്ഷ എഴുതുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൺഫർമേഷൻ കൊടുക്കണം, എഴുതുന്നുണ്ടെങ്കിൽ. കാരണം കൺഫർമേഷൻ കൊടുത്തിട്ട് പരീക്ഷ എഴുതിയില്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കുമെന്ന് PSC പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൺഫർമേഷൻ, നിങ്ങൾ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺഫർമേഷൻ കൊടുക്കുക. കൺഫർമേഷൻ കൊടുത്താലേ പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക കേട്ടോ. ആ സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സിലബസ് കൂടി അറിയാൻ പറ്റും. അപ്പോൾ പരീക്ഷയ്ക്ക് 3 മാസം മുന്നേ മാത്രമാണ് സിലബസ് അറിയാൻ സാധിക്കുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം PSCയെ സംബന്ധിച്ച് കട്ട് ഓഫ് വേരിയിങ് ആണ്. കട്ട് ഓഫ് മാർക്ക് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു, ആകെ 100 മാർക്കിൻ്റെ പരീക്ഷയാണെന്ന് പറഞ്ഞല്ലോ, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പരീക്ഷയാണെങ്കിൽ ചിലപ്പോൾ കട്ട് ഓഫ് ഒരു 50 താഴെ 40-30 ഒക്കെ ആയി പോകാം. പക്ഷേ ഇത്ര ഈസി ആയിട്ടുള്ള പരീക്ഷയാണെങ്കിൽ ചിലപ്പോൾ കട്ട് ഓഫ് ഒരു 80 മുകളിലേക്ക് പോകാം. അപ്പോൾ പരീക്ഷയുടെ ഡിഫിക്കൽറ്റി ലെവൽ അനുസരിച്ചാണ് പരീക്ഷയുടെ ഡിഫിക്കൽറ്റി ലെവലാണ് കട്ട് ഓഫിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം. കട്ട് ഓഫിനെ സ്വാധീനിക്കുന്ന
സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. ഇപ്പോൾ ഒരുപാട് വേക്കൻസികൾ ഉണ്ടെങ്കിൽ കട്ട് ഓഫ് എന്ത് ചെയ്യും, മേളിലേക്ക് പോകും, അല്ലെങ്കിൽ കട്ട് ഓഫ് താഴേക്ക് പോകാം. കാരണം കുറേ ആൾക്കാരെ വേണമല്ലോ. ഇപ്പോൾ ഒരു 500 വേക്കൻസികളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ഓഫ് ഒരു 50 അടുപ്പിച്ചൊക്കെ വരും, താഴേക്ക് വരും. കാരണം അത്രയും ആൾക്കാരെ റാങ്ക് ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കണമല്ലോ. ഇനി വളരെ കുറച്ച് 1-2 വേക്കൻസി ഒക്കെ ഉണ്ടെങ്കിൽ കട്ട് ഓഫ് ഒരുപാട് കൂടും. അത് നമുക്ക് യൂഷ്വൽ ലോജിക് ആണല്ലോ, നമുക്കറിയാവുന്ന ഒരു ലോജിക്ക് തന്നെയാണല്ലോ. വേക്കൻസി കുറവാണെങ്കിൽ കുറച്ച് പേരെ മതി, റാങ്ക് ലിസ്റ്റിൽ 3-4 പേരെയൊക്കെ മതി, അല്ലെങ്കിൽ ഒരു 10 പേരെ മതിയെങ്കിൽ കട്ട് ഓഫ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 10 പേരുടെ മാർക്കായിരിക്കും കട്ട് ഓഫ്, 10ാമത്തെ ആളുടെ മാർക്കായിരിക്കും കട്ട് ഓഫ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആണ് കട്ട് ഓഫ് ഇതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. പരീക്ഷയുടെ ഡിഫിക്കൽറ്റി ലെവലും അതുപോലെ തന്നെ നമ്പർ ഓഫ് വേക്കൻസീസിനെ ബേസ് ചെയ്തിട്ടാണ് കട്ട് ഓഫ് വരിക. അതുപോലെ തന്നെ കട്ട് ഓഫിന് മുകളിലുള്ള ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റിൽ വന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടണമെന്ന് നിർബന്ധമില്ല. ഷോർട്ട് ലിസ്റ്റിന് ശേഷം എന്ത് ചെയ്യും, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാൻ പറയും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ സമയത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും വെരിഫൈ ചെയ്യുന്നില്ലല്ലോ, നിങ്ങൾ കൊടുത്ത സർട്ടിഫിക്കറ്റുകളൊക്കെ കറക്റ്റ് ആണ് എന്ന് വെരിഫൈ ചെയ്യും. ഒറിജിനൽ സർട്ടിഫിക്കറ്റോട് ഹാജരാക്കണം. അപ്പോൾ മറ്റൊരു സംശയം ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കുള്ളത്, നമുക്ക് ഈ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പോൾ HDC യോഗ്യതയായിട്ടുള്ളൊരു പരീക്ഷയാണ്. നിങ്ങൾക്ക് HDCക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും PSC പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. HDC പഠിച്ചിറങ്ങി ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കിട്ടിയെങ്കിൽ മാത്രമേ, ആ സർട്ടിഫിക്കറ്റ് നമ്പറെങ്കിലും നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് എപ്പോഴും ആവശ്യമായിട്ട് വരിക എന്ന് വെച്ചാൽ, നമ്മുടെ ഈ പരീക്ഷ കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ, ഷോർട്ട് ലിസ്റ്റിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് നിങ്ങൾ വന്നാൽ, ഷോർട്ട് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികൾ PSCയുടെ ഓഫീസിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചില പരീക്ഷകൾക്ക് ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ ഇന്റർവ്യൂവും കൂടെ കഴിയും. ഇന്റർവ്യൂടെ കഴിഞ്ഞ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഇടും. ഈ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ്, ആ റാങ്ക് ലിസ്റ്റിന് 3 വർഷം കാലാവധി ഉണ്ട്, ആ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് നിയമനം വരുന്നത്. അപ്പോൾ ഇതാണ് PSCയുടെ ജനറൽ ആയിട്ടൊരു ഓവർവ്യൂ. നിങ്ങൾക്ക് ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമന്റിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ. ഇനി CSEB കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ CSEB സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷകളുണ്ട്. അത് ഏതിലേക്കാണ്, നമ്മുടെ സഹകരണ സംഘങ്ങളിലേക്കാണ് ആ നിയമനം വരിക. നമ്മുടെ അടുത്തുള്ള സംസ്ഥാനത്ത് ഒരുപാട് സഹകരണ സംഘങ്ങളുണ്ട്. അപ്പോൾ ഓരോ സഹകരണ സംഘത്തിലേക്കും എത്ര വേക്കൻസികളുണ്ട് എന്ന് ഈ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അങ്ങനെ ഓരോ സഹകരണ സംഘത്തിലേക്കുമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അത് ഏതൊക്കെ പോസ്റ്റുകളിലേക്ക് വിളിക്കാറുണ്ട് CSEB? സെക്രട്ടറി പോസ്റ്റിലേക്ക്, അസിസ്റ്റന്റ് സെക്രട്ടറി, മാനേജർ പോസ്റ്റ്, ചീഫ് അക്കൗണ്ടന്റ്, ജൂനിയർ ക്ലർക്ക്, ക്യാഷ്യർ, സിസ്റ്റം സൂപ്പർവൈസർ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ടൈപ്പിസ്റ്റ്, ഇങ്ങനെയുള്ള തസ്തികകളിലേക്കൊക്കെ CSEB വിളിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് ജൂനിയർ ക്ലർക്കിലാണ്. അപ്പോൾ അതിൽ ഓരോ സഹകരണ സംഘത്തിൽ സെപ്പറേറ്റ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇപ്പോൾ CSEBയിലും 1 ടൈം രജിസ്ട്രേഷൻ ആണ്. CSEBയുടെ വെബ്സൈറ്റിൽ പോയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ നടത്തിയിടുക. എന്നിട്ട് പ്രൊഫൈൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഏജ് ലിമിറ്റ് 18 മുതൽ 40 വയസ്സ് വരെയാണ്. 40 വയസ്സ് വരെയുള്ളവർക്ക് യൂഷ്വലി അപ്ലൈ ചെയ്യാൻ സാധിക്കും. വിവിധ പരീക്ഷകൾക്ക് ക്വാളിഫിക്കേഷൻ ഡിഫർ ചെയ്യാറുണ്ട്. എങ്കിലും BCom കോർപ്പറേഷനും അല്ലെങ്കിൽ any ഡിഗ്രി വിത്ത് JDC HDC ഉള്ളവർക്കും, SSLC വിത്ത് JDC HDC ഉള്ളവർക്കും CSEB പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി അതിൻ്റെ പരീക്ഷ 2 മണിക്കൂർ പരീക്ഷയാണ്. 160 ചോദ്യങ്ങളുണ്ട്. അതാണ് വ്യത്യാസം. PSCക്ക് 100 ചോദ്യങ്ങളായിരുന്നതിന് 160 ചോദ്യങ്ങളുണ്ട്. 2 മണിക്കൂറാണ് പരീക്ഷയുടെ ദൈർഘ്യം. 120 മിനിറ്റ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളതാണ്. 160 ചോദ്യങ്ങളുണ്ടെങ്കിലും മാർക്ക് 80 മാർക്കാണ് കേട്ടോ. റിട്ടൺ എക്സാമിന് 80 മാർക്കാണ് ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിനുശേഷം CSEBയിൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, 80 മാർക്കിന് റിട്ടൺ എക്സാം നിങ്ങൾ നടത്തി, അതിനുശേഷം റിട്ടൺ എക്സാമിൽ ടോപ്പിൽ വരികയാണെങ്കിൽ, കട്ട് ഓഫ് കടന്ന് മേളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റ്, അത് നിങ്ങൾ ഏതൊക്കെ സഹകരണ സംഘങ്ങൾ അപ്ലൈ ചെയ്തോ ആ സംഘങ്ങളിലൊക്കെ നിങ്ങളുടെ ലിസ്റ്റ് വരും. എന്നിട്ട് അവർ സഹകരണ സംഘത്തിൽ ഒരു ഇന്റർവ്യൂ നടത്തും. ആ ഇന്റർവ്യൂവിന് 20 മാർക്കാണ് കേട്ടോ. നിങ്ങൾ അപ്പിയർ ചെയ്താലും 3 മാർക്ക് കിട്ടും. പരമാവധി കിട്ടുന്നത് 15 മാർക്കാണ്. ഇതിനിടയ്ക്കുള്ള 12 മാർക്കിലാണ് ഇന്റർവ്യൂവിൽ ഇരിക്കുന്നത്. പിന്നെ 5 മാർക്ക് നിങ്ങൾ ആ പ്രദേശത്ത്, സഹകരണ സംഘത്തിന്റെ പ്രദേശത്ത് വസിക്കുന്ന ആളുകളാണെങ്കിൽ 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള മാർക്കിംഗ് ക്രൈറ്റീരിയം, എക്സാം പാറ്റേൺ എന്നൊക്കെ പറഞ്ഞാൽ. ഇതിന്റെ ഒരു സിലബസ് എന്ന് പറയുന്നത്, ജൂനിയർ ക്ലർക്കിനും സെക്രട്ടറി പോസ്റ്റിനും ഏറ്റവും കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റാണ്. ഇംഗ്ലീഷ് 20 മാർക്കിന്, അല്ലെ 20 ചോദ്യങ്ങളുണ്ട്. 10 മാർക്കിന് ഇംഗ്ലീഷ് ഉണ്ടാവും. 20 ചോദ്യങ്ങൾ GKയിൽ നിന്നുണ്ടാവും, ജനറൽ നോളജിൽ നിന്നുണ്ടാവും. 20 ചോദ്യങ്ങൾ റീസണിങ്ങിൽ നിന്നുണ്ടാവും. ദെൻ 4ാമത്തെ പാർട്ടിലാണ് 100 ചോദ്യങ്ങളുള്ളത്. 100 ചോദ്യം എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് ആക്ട് ആൻഡ് റൂൾസ്, അക്കൗണ്ടിങ്, ബാങ്കിങ് ആൻഡ് ഓഡിറ്റിങ്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ്. അങ്ങനെ ടോട്ടൽ 160 മാർക്കിൻ്റെ പരീക്ഷയാണ്. നമ്മളൊരു 80 മാർക്ക് ലെവലിലൊക്കെ വാങ്ങിച്ചാൽ മതി, നിങ്ങൾക്ക് ഇവിടെ എത്താനായിട്ട് ജോലി കിട്ടും. അപ്പോൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു CSEB പരീക്ഷയും ക്രാക്ക് ചെയ്ത് ജോലിക്ക് കയറാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കേരള PSCയും CSEBയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി സഹകരണ മേഖലയിൽ ഒരുപാട് വേക്കൻസികൾ വരാറുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.